പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പഹൽഗാം ആക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, വെടിനിർത്തൽ എന്നിവ ചർച്ച ചെയ്യാൻ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി മോദിക്ക് പ്രത്യേക കത്ത് എഴുതിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം വെടിനിർത്തൽ പ്രഖ്യാപിച്ച വിഷയവും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കത്തിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: പ്രിയ പ്രധാനമന്ത്രി, പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം ഉടൻ വിളിച്ചുകൂട്ടണമെന്ന പ്രതിപക്ഷത്തിന്റെ ഏകകണ്ഠമായ അഭ്യർത്ഥന ഞാൻ ആവർത്തിക്കുന്നു. പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ, US പ്രസിഡന്റ് ട്രംപ് ആദ്യം പ്രഖ്യാപിച്ച ഇന്നത്തെ വെടിനിർത്തൽ എന്നിവയെക്കുറിച്ച് ജനങ്ങളും അവരുടെ പ്രതിനിധികളും ചർച്ച ചെയ്യേണ്ടത് നിർണായകമാണ്. മുന്നിലുള്ള വെല്ലുവിളികളെ നേരിടാനുള്ള നമ്മുടെ കൂട്ടായ ദൃഢനിശ്ചയം പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടിയാണിത്. ഈ ആവശ്യം നിങ്ങൾ ഗൗരവത്തോടെയും വേഗത്തിലും പരിഗണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്നാണ് ഗാന്ധി നരേന്ദ്രമോദിക്ക് എഴുതിയ കത്തിൽ പറയുന്നത്. പഹൽഗാമിൽ നടന്ന മനുഷ്യത്വരഹിതമായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളുടെയും പ്രത്യേക സമ്മേളനം വിളിക്കാൻ ഏപ്രിൽ 28 അയച്ച കത്തുകൾ വഴി രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ ഞാനും നിങ്ങളോട് ആത്മാർത്ഥമായി അഭ്യർത്ഥിച്ചുവെന്നത് ഓർക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി പാകിസ്ഥാൻ പാക് അധീന കശ്മീരിൽ നടന്ന വ്യോമാക്രമണങ്ങൾക്കും ശേഷം സർക്കാർ ഒരു സർവകക്ഷി യോഗം വിളിച്ചിരുന്നു. 2 യോഗങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുത്തിരുന്നില്ല. 26 നിരപരാധികളുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ സർക്കാർ സ്വീകരിക്കുന്ന ഏതൊരു നടപടിക്കും യോഗത്തിൽ പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ആദ്യം പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കാൻ ധാരണയിൽ എത്തിയതായി ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി വ്യക്തമാക്കിയത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകൾ വഴിയാണ് വെടിനിർത്തൽ ധാരണയിലെത്തിയതെന്നായിരുന്നു. അതേസമയം 4 ദിവസത്തോളം നീണ്ട ഭയാനകമായ രാത്രികൾക്കു ശേഷം ഇന്ത്യൻ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ സമാധാനമായി ഉറങ്ങി. തലേ ദിവസം വരെ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഷെല്ലുകളെയും വെടിയുണ്ടകളെയും പേടിച്ച് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഇവർ നേരിട്ടത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ഈ ജനങ്ങളുടെ മനസ്സിലെ തീയൊന്ന് അണഞ്ഞത്. എന്നാലും ഭയം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഏതു നിമിഷവും പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ച് തങ്ങൾക്കു നേരെ ആക്രമണം നടത്തുമെന്ന ഭയം ഇവർക്കുണ്ട്. എങ്കിലും അതിർത്തി മേഖലകളിൽ കഴിഞ്ഞ ദിവസം പകൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. നിയന്ത്രണ രേഖയിലെ വിവിധയിടങ്ങളിലും സ്ഥിതിഗതികൾ ശാന്തമാണ്. കശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ ജനജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. ശക്തമായ ഷെല്ലാക്രമണമുണ്ടായ ജമ്മു കശ്മീരിലെ ജനജീവിതവും സമാധാനപരമായിരുന്നു. ജനങ്ങൾ വീടിന് പുറത്തേക്കിറങ്ങി, കടകൾ പ്രവർത്തിച്ചു തുടങ്ങി. പാക് ആക്രമണങ്ങൾ രൂക്ഷമായപ്പോൾ നിയന്ത്രണ രേഖയ്ക്ക് സമീപം താമസിക്കുന്നവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറിയിരുന്നു. ഇവരും വീടുകളിലേക്ക് മടങ്ങി. കശ്മീരിൽ പലരുടെയും വീടുകൾക്ക് പാകിസ്ഥാന്റെ ഷെല്ലുകൾ പതിച്ച് നാശം സംഭവിച്ചിട്ടുണ്ട്. 4 ദിവസത്തോളം നീണ്ട സംഘർഷഭരിതമായ ദിനങ്ങൾക്കു ശേഷം കഴിഞ്ഞ ദിവസം മുതലാണ് പലരും സമാധാനമായി വീടുകളിൽ കഴിയുന്നത്.